നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്ന. പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. താഴെ ഒരു കമൻ്റ് ഇടുക. നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ ഇത്രയും കാര്യങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. ഒരു പോസിറ്റീവ് എനർജി കിട്ടാനാണ്. നെഗറ്റീവ് കമൻറ്റുകൾ ഒഴിവാക്കുക കേട്ടോ. ഇത് കാണുന്നവർക്കൊക്കെ അത് എഫക്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ്. അപ്പോൾ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ഒറാക്കിൾ ദൈവവാക്ക് എന്താണ് എന്ന് നോക്കാം. 10 കപ്പാണ് ആദ്യം വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻഡക്കിൾ, നല്ല സ്നേഹമൊക്കെയാണ്. 3 കപ്പ്, കള്ളം പറയുന്ന ആരുണ്ട്, മൂന്നാമത്തെ ഒരു വ്യക്തി. നൈറ്റ് കപ്പ് ഇന്ന് വന്നു കേട്ടോ, ഭ്രാന്തമായ പ്രണയം. മജിഷ്യൻ വന്നു, എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നു, എൻ്റെ റീയൂണിയന് സമയമായി. ഇനി ഇത് 3 വന്നിരിക്കുന്നത് കേട്ടോ. എംപ്രസ് വന്നു, സണ്ണും വന്നു, സണ്ണും 3 വന്നു. 4 ഓഫ് കപ്പ് വന്നു, പുരോഹിത വന്നു, 5 പെൻഡക്കിളും വന്നു. ചതയം പൂരൂരുട്ടാതി ഉത്രട്ടാതി, പൂയം ആയില്യം മകം, അത്തം ചിത്തിര ചോതി. ഇതൊക്കെ ബ്ലെസ്സിങ് സ്റ്റാർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 10 കപ്പിലേക്ക് പോവാം. ഇനി നമ്പറുകൾ പറയണമെങ്കിൽ 10 വന്നിട്ടുണ്ട്, 4 2 തവണ വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 18 19 വന്നിട്ടുണ്ട്, 13 3 ഇതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഫോൺ നമ്പറോ പങ്കാളിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്ത് വേണമെങ്കിൽ ആവാം അല്ലേ. അങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റ് ഇടൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാർഡ് 10 കപ്പാണ്. നല്ല ഐക്യത്തിലുണ്ടായിരുന്ന പ്രണയമാണ്. രണ്ടുപേരും തമ്മിൽ അകൽച്ചയല്ല, അടുപ്പമുണ്ടായിരുന്നു. വിവാഹിതരായവരോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവരോ അല്ലെങ്കിൽ സാധാരണ പറയുന്നത് പോലെ 2 കുടുംബത്തിലിരിക്കുന്നവരോ ആണ്. എന്നാൽ ഈ പ്രണയം സത്യസന്ധമാണ്, മുജന്മ ബന്ധമാണ്, സോൾ കണക്ഷനാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു പ്രണയം ആണ്. അങ്ങനെ തന്നെ സ്വാർത്ഥമായ പ്രണയം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. സോൾമേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ ഇത്തിരി ഡെവിൾ എനർജി കൂടി വന്നിട്ടുണ്ട്. അതാണ് അമിതമായ ആത്മാവിലേക്ക് ചേർത്ത പ്രണയം. അതാണ് 4 ഓഫ് പെൻഡക്കിൾ പറയുന്നത്. അപ്പം നല്ല സ്നേഹമുള്ള 2 പേരെയാണ് ഇവിടെ കാണിക്കുന്നത്. ബന്ധം ഏതുമാവാം. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഐക്യത്തിനെയാണ് ഇവിടെ ആദ്യത്തെ കാർഡുകൾ രണ്ടും പറയുന്നത്. എത്രത്തോളം നമ്മൾക്ക് സ്നേഹിക്കാമോ അതിൻ്റെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന കാർഡാണ് 4 ഓഫ് പെൻഡക്കിൾ. സ്നേഹത്തിൻ്റെ കൂടുതലാണ് ഇവിടെ കാണിക്കുന്നത്, കുറവല്ല. ഇനി ഒരാൾ വിരഹത്തിൻ്റെ കൂടുതലാണ് പറയുന്നത്, അതാണ് 4 ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ 2 4 എന്ന നമ്പറും നിങ്ങളുടെ പ്രണയത്തിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന് അമിതമായിട്ട് വിരഹം അനുഭവിക്കുന്നു, ഒന്ന് അമിതമായിട്ട് സ്നേഹിക്കുന്നു. അപ്പോൾ ഇതിൽ ആരാണ് വിരഹം അനുഭവിക്കുന്ന ആൾ, ആരാണ് അമിതമായി സ്നേഹിക്കുന്നവർ, നിങ്ങളാണോ അവരാണോ, അത് നിങ്ങൾക്കേ അറിയുള്ളൂ. വിരഹം ഇവിടെ കഠിനാണ്, എന്നാൽ അപ്പുറത്തുള്ള ആൾക്ക് അമിതമായിട്ടുള്ള സ്നേഹമാണ്. ഇവിടെ എന്തൊക്കെയോ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എൻഡായിട്ടുണ്ട്. കാരണം 3 കപ്പ് വന്നിട്ടുണ്ടല്ലോ, കുറച്ച് പ്രശ്നങ്ങൾ. തേർഡ് പാർട്ടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വേണമെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രശ്നമായിരിക്കുക നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വർക്ക് ചെയ്യുന്ന ടീം വർക്കിലുള്ള ഒരാളാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വിരഹം വന്നതായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള പ്രശ്നമായിരിക്കണം എന്നില്ല. അപ്പോൾ 3 കപ്പ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും കാണിക്കുക. അവിടെ കള്ളം പറയുക, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാവുക, ആ പ്രശ്നങ്ങളുടെ അനന്തരഫലമായിട്ട് അവരകന്നു നിന്നതും ആവാം. അതുകൊണ്ടാണ് അകൽച്ച കൂടി ഇവിടെ വന്നിരിക്കുന്നത്. 2 പേരും ഐക്യത്തിലായിരുന്നു, നല്ല സ്നേഹത്തിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കയറി വന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട്. അതോടുകൂടി അവർക്ക് നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് മാറി നിൽക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നിങ്ങളോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഇവിടെ മുന്നോട്ട് പോകാനുള്ള കാർഡുകളായിട്ട് നൈറ്റ് കപ്പ് വന്നിട്ടുണ്ട്, സണ്ണ് വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെയാണ് കാണിക്കുന്നത്, എനർജിയാണ് പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ ആഗ്രഹിച്ചവരാണ്,
മുന്നോട്ട് പോവാൻ കഴിയാതെ തടസ്സം വന്നതാണ് ഡെത്ത് പറയുന്നത്. നിങ്ങൾക്കിടയിൽ തടസ്സമുണ്ടാക്കിയത് ജോലിയാവാം, മതമാവാം. ഇവിടെ മതം വന്നിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ആണെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞാവും അകലേണ്ടി വന്നിട്ടുണ്ടാവുക. എന്തായാലും രണ്ടുപേർക്ക് അകലാൻ കഴിയില്ല, അത് വേറെ കാര്യം. രണ്ടുപേര് സോൾ കണക്ഷനാണ്. മാനസികമായിട്ടൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഒന്നാണ് എന്ന് പറയുന്നത്. മൂന്നാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശത്രുക്കളുണ്ട്, വഞ്ചിക്കുന്നവരുണ്ട്, കള്ളം പറയുന്നവരുണ്ട്, മോഷ്ടിക്കുന്നവരുണ്ട്. അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ പല മേഖലയാണ് അല്ലേ. പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ലക്ഷങ്ങളൊക്കെ മാറ്റി മറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നോർമലായൊരു മനസ്സുണ്ടാവില്ല. കലങ്ങി മറിഞ്ഞൊരു മനസ്സാണ് ഇവിടെ കാണുന്നത്, മൂണിൽ കാണുന്നത്. ഭയങ്കര വിഷമത്തിലാണ് അവരെ എന്ന് 4 ഓഫ് കപ്പ് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് അമിതമായ പ്രണയമാണ് എന്ന് 4 പെൻഡക്കിൾ പറയുന്നുണ്ട്. ഡെത്ത് വന്നിരിക്കുകയാണ് എന്ന് ഡെത്ത് കാർഡ് പറയുന്നുണ്ട്. എന്തായിരിക്കുകയാണ്? ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അതിന് കാരണം 3 കപ്പാണ് എന്ന് 3 കപ്പ് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാരണമാവാം, മൂന്നാമത്തെ ഒരു വ്യക്തിയാവാം. അത് പ്രണയത്തിലാവണമെന്നില്ല, ജോലി സ്ഥലത്താവാം, കുടുംബത്തിലാവാം. എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം കുറച്ചൊന്ന് മാറി നിൽക്കുന്നവരെയാണ് ഇവിടെ കാണുന്നത്. ഇതിന് ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്, മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നു എന്നാണ് നൈറ്റ് കപ്പ് പറയുന്നത്. അവരുടെ മനസ്സെപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഫീലിങ്സൊക്കെ അറിയുന്നുണ്ട്, വൈബുകൾ അറിയുന്നുണ്ട്, കണക്റ്റ് ആവുന്നുണ്ട്. അവർ വിഷമത്തിലാണ് നിങ്ങളോട് സംസാരിക്കാത്തത്. ഇനി ഒരു ബ്രേക്കപ്പ് എടുത്താലും അവർ വിഷമം കൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത്. എന്നിലേക്ക് തന്നെ വരുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്, അത് നഷ്ടമായിട്ടില്ല. അതാണ് നൈറ്റ് കപ്പ് പറയുന്നത്. രണ്ടുപേരും ഒരുപാട് സംസാരിക്കാനുള്ളവരാണ്, ഒരുപാട് റൊമാൻറ്റിക് ആണ് എന്നാണ് നൈറ്റ് കപ്പ് പറയുന്നത്. ഒരാൾ മാറി നിൽക്കുമ്പോൾ മറ്റേ ആൾ ഫോളോ ചെയ്യുക, അതുപോലുള്ളൊരു മനസ്സാണ് കേട്ടോ. മനസ്സിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. സണ്ണും നൈറ്റ് കപ്പും മൂണും ഇത് ഒരേ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ. കുതിരകൾ മുന്നോട്ട് പോവുക. അപ്പം മുന്നോട്ട് പോവും നിങ്ങളുടെ ഈ ബന്ധം. പക്ഷെ കുറച്ച് തടസ്സം വന്നതിന് ശേഷം റീയൂണിയൻ ഉണ്ടാവുകയാണ്, റീകൺസിലേഷൻ ഉണ്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ താൽക്കാലികമായ വിരഹം നിങ്ങൾ എടുക്കണ്ട, അത് എൻഡാവും, എന്നിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാവും. അതാണ് സണ്ണ് പറയുന്നത്. കാരണം 10 കപ്പും സണ്ണും ഒരേ മെസ്സേജ് തരുന്നതാണ്. ഭാഗ്യം, ഐക്യം, വിജയം, സന്തോഷം, ഇതാണ് പറയുന്നത്. അതിലേക്ക് പോകുന്നതിനിടയിൽ കുറച്ച് പ്രശ്നം വന്നിരിക്കുകയാണ്. ജോലിയാണ് പ്രശ്നമെന്ന് 5 പെൻഡക്കിളും പറയുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടമായ ഒരാളെയും ഇവിടെ കാണുന്നുണ്ട്. സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവരുടെ മനസ്സ് നേരെ ആയിരിക്കില്ല അല്ലേ. അതാണ് നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്നത് എന്ന് ഒരു കാരണം പറയുന്നു. മറ്റൊരു കാരണം പറയുന്നത് മതത്തിൻ്റെ പ്രശ്നങ്ങളാണ്. മറ്റൊരു മതമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാതി മറ്റൊന്നാണ്. അത് വലിയ ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കുടുംബം വല്ലാതെ എതിർക്കുന്നുണ്ട്. കുടുംബം കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കള്ളത്തരം പറയുന്നത് കുടുംബമാവാം, അല്ലെങ്കിൽ ജോലിയിലാവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി തന്നെ ആവാം. ഇവരെ ആഗ്രഹിക്കുന്നതോ നിങ്ങളെ ആഗ്രഹിക്കുന്നതോ ആയൊരു തേർഡ് പാർട്ടിയും ആവാം. അപ്പോൾ ഈ 3 ഓപ്ഷനും ഇവിടെ പറയാം. ഇതിലേതാണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സം എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അല്ലേ. ഇവിടെ പല ആൾക്കാരുടെ എനർജിയാണല്ലോ. ഇതിലേത് അവസ്ഥയിലാണ് നിങ്ങളെന്ന് നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിപ്പോയ ഒരാളെയാണ് 5 പെൻഡക്കിൾ കാണിക്കുന്നത്. പെട്ടെന്നാണ് അവർ മാറിപ്പോയിരിക്കുന്നത്. 4 ഓഫ് പെൻഡക്കിളിൽ നിന്ന് 5 പെൻഡക്കിളിലേക്ക് മാറിയിരിക്കുകയാണ്. 4 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അമിതമായ സ്നേഹമായിരുന്നു. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അത് സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു. നിങ്ങൾക്കും അത് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നത്. അതിൽ നിന്ന് പെട്ടെന്ന് ആൾ കൺട്രോൾ ചെയ്യുന്നുമില്ല, വിളിക്കുന്നുമില്ല, നിങ്ങളെ കാണാൻ വരുന്നുമില്ല, നിങ്ങളുമായിട്ടുള്ള സർവ്വതും ഉപേക്ഷിച്ച പോലെ ഒരു പെരുമാറ്റം ഉണ്ടായി. അതാണ് അനാഥരാക്കപ്പെട്ടവർ എന്ന് ഇവിടെ പറയുന്നത്. അതുപോലൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറി. നിങ്ങളുടെ സ്നേഹം അതിന് കാരണം ഈ പറഞ്ഞതെല്ലാം ആയിരിക്കാം. അവർക്ക് ജോലി നഷ്ടമായതുപോലെ കാണുന്നുണ്ട്, പണം നഷ്ടമായതുപോലെ കാണുന്നുണ്ട്, ചില ബന്ധങ്ങൾ നഷ്ടമായതുപോലെ കാണുന്നുണ്ട്. എന്തൊക്കെയോ അവർക്ക് നഷ്ടമായി ഈ ബന്ധത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് അവർ സ്വയം മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. അത് നിങ്ങളെ കൂടി വേദനിപ്പിക്കുന്നതായതുകൊണ്ടാവാം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം. അവരുടെ മനസ്സിലെ ഒരു രാജകുമാരിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ രാജകുമാരനാണ്, ഷീ ഓർ ഹി. അത് എംപ്രസ് പറയുന്നുണ്ട്. അതിനൊരു ഇളക്കവും തട്ടിയിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയാണ്, അവരുടെ വേദന കൊണ്ട് മാറി നിൽക്കുകയാണ്. കഠിനമായ വിരഹമാണ് ഇപ്പം പറയുന്നത്. 4 ഓഫ് കപ്പ്. അതൊരാൾക്കല്ല, 2 പേർക്കും ഉണ്ട്.
അതാണ് മൂന്ന് കുറേ കാർഡുകളിൽ വന്നിരിക്കുന്നത്. മൂന്നെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ എനർജി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സുകൾ, വൈബുകൾ, ഫീലിങ്സ് എല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഒരുപോലെയാണ് ചിന്തിക്കുന്നത്, ഒരുപോലെയാണ് സങ്കടപ്പെടുന്നത്. മീനം രാശിയാണ്. രണ്ടുപേർക്കും അങ്ങേയറ്റം ഇഷ്ടമാണ്. സ്വാർത്ഥമായ സ്നേഹമാണ്. എവിടെയും എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ ഇവരെ എന്ന ചിന്തയാണ് അവർക്കും നിങ്ങൾക്കും. മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനമെന്ന് നൈറ്റ് കപ്പ് പറഞ്ഞു. ഇനി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എന്ന് സണ്ണ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, മൂന്നിലും കുതിരകളാണ് വന്നിരിക്കുന്നത്, മൂന്നിലും ഇന്ന് അതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആവേണ്ട ഒരു ബന്ധമല്ല, തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്ന ബന്ധമാണ്. നിങ്ങൾ എല്ലാറ്റിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഡെത്ത് കാർഡ് വരെ പറയുന്നത്. അതിലൊരു കുതിരയാണ് അല്ലേ. അപ്പോൾ യാത്രയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് വളരെ വേഗത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ് 4 കാർഡുകളും പറയുന്നത്. ഒരു വാഹനത്തിൻ്റെ പുറത്തേറി യാത്ര ചെയ്യുക അല്ലേ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതെല്ലാം തടസ്സങ്ങൾ മാറിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. അവർ വെറും ഭൂമിയിലൂടെ അല്ല യാത്ര അല്ലേ. അപ്പോൾ നിങ്ങളെ ഈ തടസ്സങ്ങളിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാനുള്ള ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ എല്ലാ സമയത്തും ഒരേ മെസ്സേജ് അല്ല ഞാൻ തരുന്നത്. ഇവിടെ വരുന്ന എനർജികൾക്ക് അനുസരിച്ച മെസ്സേജുകളാണ് തരുന്നത്. ഇവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം, അതിൻ്റെ കൂടെ നിങ്ങളും വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം നടക്കുമെന്നാണ് ഇവിടെ കുറേയൊക്കെ കാണുന്നത്. മേ ബി നടക്കാമെന്നാണ് പറയുന്നത്. ഉറപ്പ് ഞാൻ പറയുന്നില്ല കേട്ടോ. സാഹചര്യം എന്താണോ അതുപോലെ എടുക്കുക. ഇനി കുടുംബമുള്ളവരാണെങ്കിൽ അത് നടക്കില്ല. വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയോ ചെയ്യാത്ത വീട്ടുകാരാണെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അതാണ് സോൾമേറ്റിൻ്റെ ഒരു കുഴപ്പം. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ എന്നും സ്നേഹിക്കും, പക്ഷെ ഒരിക്കലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. രാധയും കണ്ണനും പോലെയാവും. ഒരു സമയം വരുമ്പോൾ അവരകലും. 3 തരം മെസ്സേജും ഞാൻ തരികയാണ്. കുടുംബമുള്ളവരാണെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. രാധയും കണ്ണനും ആണെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ ഇവിടെ ചില ആളുകൾക്ക് വിവാഹത്തിന് യോഗമുണ്ട്. അതാണ് 10 കപ്പും സണ്ണും പറയുന്നത്. സ്നേഹം സത്യമാണ്, തടസ്സങ്ങൾ ഒരുപാടുണ്ട്. മൂൺ കാർഡാണ് ഒരുപാട് കാർഡുകളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭ്രാന്തമായ പ്രണയമാണ്. ഒരാളല്ലെങ്കിൽ ഒരാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിരഹവും കഠിനമാണ്, സ്നേഹവും അമിതമാണ്. രണ്ടും അമിതമാണ് എന്ന് പറയുന്നത്. 10 കപ്പ് എന്ന് പറഞ്ഞാലും ഭാഗ്യം, വിജയം, സന്തോഷമാണ്. സൺ എന്ന് പറഞ്ഞാലും ഭാഗ്യം, വിജയം, സന്തോഷമാണ്. അപ്പോൾ തുടക്കം തന്നെ ഭാഗ്യം, വിജയം, സന്തോഷം വന്നതുകൊണ്ടാണ് എല്ലാ കാർഡിൻ്റെയും പോസിറ്റീവ് എനർജി ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ വന്ന് നെഗറ്റീവായി മാറുകയാണ്. ഇവിടെ ആദ്യം തന്നെ പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത് അല്ലേ. എൻഡ് ആവുന്നതാണെങ്കിൽ മജിഷ്യനിലാണ്. അതുകൊണ്ട് ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നാണല്ലോ. ഇതെല്ലാം ഒരു നിമിഷ നേരം മതി, മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ. 2 മതവും 2 ജാതിയാണ് എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ജോലി ഇല്ല എന്ന് പറയുന്നുണ്ട്. അമിതമായ കൺട്രോൾ ഇഷ്യൂ ഉള്ളവരുണ്ട്. പണത്തിന് ദുരാഗ്രഹമുള്ള കുടുംബമുള്ള ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. ഈ പ്രണയത്തിലേ തനിച്ചാവുക, അതാണ് ഈ ബ്രേക്കപ്പായി എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു മിറാക്കിൾ സംഭവിക്കും, റീയൂണിയൻ ഉണ്ടാവുമെന്ന് സണ്ണ് പറയുന്നുണ്ട്. ഡെത്ത് കാർഡ് പറയുന്നുണ്ട്. മജിഷ്യൻ പറയുന്നുണ്ട്. മൂൺ പറയുന്നു ശത്രുക്കൾ ഒരുപാടുണ്ട്. കള്ളം പറയുന്നവരും വഞ്ചിക്കുന്നവരും ഉണ്ട്, നുണ പറയുന്നവർ ഉണ്ടെന്ന്. 3 കപ്പ് അത് തന്നെയാണ് പറയുന്നത്. മിഥ്യാധാരണകൾ ഉണ്ടാക്കുക, ഷാഡോ, മനസ്സിലൊരു ഷാഡോ ഉണ്ടാവുക. മൂണാണ് വന്നിരിക്കുന്നതെങ്കിലും മങ്ങിയ ഒരു നിലാവാണ്. അപ്പം നിങ്ങളുടെ 2 പേരുടെയും മനസ്സിലിപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ മാറ്റിയിട്ട് ഒന്നാവാനാണ്? ഈ സംശയമാണ് നിങ്ങളുടെ 2 പേരുടെയും മനസ്സിൽ. അതിനാണ് സണ്ണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അതിനാണ് വാഹനങ്ങൾ തന്നിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു നിമിത്തമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം തരും. അത് നിങ്ങൾക്ക് പോകേണ്ട വഴിക്കുള്ള ഒരു അടയാളമാണ്. ഈ പ്രണയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഏഞ്ചൽ നിർദ്ദേശിക്കും. അത് നിങ്ങൾക്ക് തനിയെ തോന്നുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ തടസ്സങ്ങൾക്കൊരു എൻഡ് ആവാൻ സാധ്യതയുണ്ട്. എന്തുമാവാം. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വല്ലാതെ എതിർക്കുന്ന അച്ഛനും അമ്മയ്ക്കും മനസ്സ് മാറിക്കഴിഞ്ഞാൽ അത് നടക്കും. ഇനി 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് എങ്കിലും വരാൻ സാധ്യതയില്ലേ? ദമ്പതികളാണെങ്കിൽ അകന്ന് കഴിയുകയാണെങ്കിൽ ഒരു റീയൂണിയന് സാധ്യതയില്ലേ? അപ്പം അതിനൊക്കെ എല്ലാ തടസ്സങ്ങൾക്കും ഒരു മറുമരുന്നും കൂടി ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധം എന്താണോ അതുപോലെയൊക്കെയാണ് ഈ മെസ്സേജുകൾ എടുക്കേണ്ടത്.
അവിവാഹിതനാണെങ്കിൽ വിവാഹം നടക്കുന്ന ഉറപ്പ് പറയുന്നുണ്ട്. സണ്ണാണ് വന്നിരിക്കുന്നത്. അമിതമായി പണത്തിനോട് ആഗ്രഹമുള്ള വീട്ടുകാരാണ് കേട്ടോ. അവർക്ക് ഇത്തിരി പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്വഭാവമാണ്, കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ മാറും, അവർ നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് പറയുന്നത്. ഇനി ദമ്പതികളാണെങ്കിൽ പണത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് തീരാൻ പോവുകയാണ്. അപ്പോൾ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ തടസ്സങ്ങളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലേ മാറും. ഇനി നിങ്ങൾക്കത് മറികടക്കാനുള്ള ഒരു വഴി കാണിച്ചു തരുമെന്നാണ് ഇവിടെ യാത്രകളെ സൂചിപ്പിക്കുന്നത്. എല്ലാം അതിജീവിച്ച്, എല്ലാം എൻഡായിട്ട്, നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ എൻഡായിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ കുറ്റബോധത്തോടു കൂടിയാണ് ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ച്. അവർക്ക് ചിലപ്പോൾ സ്നേഹം തരാൻ കഴിയുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് കുറ്റബോധം കൂടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സങ്കടമുണ്ട്. മനസ്സോടെ അല്ലാതെ എൻ്റെ ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ ആയി എന്ന് 5 പെൻറ്റക്കിൾ പറയുന്നുണ്ട്, ഡെത്ത് കാർഡും പറയുന്നുണ്ട്. അത് മനസ്സോടുകൂടിയല്ല, സങ്കടത്തോടുകൂടി സ്വന്തം സ്ഥലം വിട്ട് മാറിപ്പോകുന്ന ഒരാളെയാണ്, അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാരെയാണ് 5 പെൻറ്റക്കിളിൽ കാണിക്കുന്നത്. ഇവിടെ നിവൃത്തിയില്ലാതെ മാറിപ്പോകുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പം നിവൃത്തിയില്ലാതെയാണ് അവർ മാറി നിൽക്കുന്നത് കേട്ടോ. എൻ്റെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഐക്യം, വിജയം, ഭാഗ്യം, സന്തോഷം ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു പെട്ടെന്ന് തന്നെ അവസാനം ഉണ്ടാവും, നിങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നത്. ഇവിടെ 1 വേ ലവ് ഉണ്ട്. ഒരാളിങ്ങനെ പ്രണയിച്ച് പുറകെ നടക്കുന്നുണ്ട്. ഇനി ഭാര്യയും കുട്ടിയൊക്കെ ആയ ആളുകളെ പ്രണയിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഭർത്താവൊക്കെ മരിച്ച ഡിവോഴ്സ് ആയവരെ പ്രണയിക്കുന്നവരുണ്ട്. അതാണ് 5 പെൻറ്റക്കിൾ പറയുക. കുടുംബമായിരിക്കുന്നവരെ പ്രണയിക്കുക. അതാണ് ഞാൻ പറഞ്ഞത് 2 കുടുംബത്തിലിരിക്കുന്നവരെന്ന് എന്നും പറയാറുണ്ട്. അവിവാഹിതരുടെ പ്രണയമാണ് 10 കപ്പും സണ്ണും പറയുന്നത്. വിവാഹിതരുടെ പ്രണയമാണ് 5 പെൻറ്റക്കിൾ പറയുന്നത്. 1 വേ ലവിനെയാണ് നൈറ്റ് കപ്പ് കാണിച്ചു തരുന്നത്. എൻഡായി എന്നാണ് ഡെത്ത് പറയുന്നത്. ഏത് പ്രണയമാണെങ്കിലും എൻഡായിട്ടുണ്ട്. അതിനൊരു മിറാക്കിൾ സംഭവിക്കുക എന്നാണ് മജീഷ്യൻ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരും. നിങ്ങളെ അകറ്റാൻ ഒരു കള്ളം പറയുന്ന ആളുണ്ട് എന്നാണ് 3 കപ്പും 3ഉം പറയുന്നത്. 3 കുറേ കാർഡിൽ വന്നിട്ടുണ്ട്. അമിതമായി പണക്കൊതിയുള്ള വീട്ടുകാരുണ്ട് എന്ന് 4 പെൻറ്റക്കിൾ പറയുന്നുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുമെന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. എല്ലാം ഡെത്താവും, ഈ തടസ്സങ്ങൾ ഡെത്താവുമെന്നാണ് ഇന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ കാർഡ്. നന്നായി കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ലതായിട്ടാണ് എനർജി വരിക. ഇനി നെഗറ്റീവ് പറയാനുള്ളത്, വിവാഹം നിശ്ചയം വരെ എത്തിയവർക്ക് മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ നെഗറ്റീവ് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു ഗോസിപ്പ് കാരണം മുടങ്ങുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അബോർഷൻ ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. യാത്രകളൊന്നും ചെയ്യാതിരിക്കുക. ഒരു മരണം കേൾക്കുമെന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ് മെസ്സേജുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി 3ാമത്തെ ഒരു വ്യക്തി കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജോലി നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അവിചാരിതമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പോസിറ്റീവ് മെസ്സേജുകളും പറയാനുണ്ട്. വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്, വിവാഹാലോചന വരാൻ സാധ്യതയുണ്ട്, ചില മിറാക്കിളുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവിചാരിതമായി കുറച്ച് പണം വന്ന് ചേരുക, സമ്മാനങ്ങൾ കിട്ടുക. ഇനി അവിചാരിതമായി നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുക. അത് പ്രണയത്തിലെ ആവാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ ആവാം, അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ ആവാം. അല്ലേ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർ ആരാണോ അവരെ കാണും എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ 4ാം ഭാവമാണ് വന്നിരിക്കുന്നത് അല്ലേ. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ അമ്മ വീട് എന്നാണ് അർത്ഥം. ഒരുപക്ഷെ അമ്മ വീട്ടുകാരെ എതിർക്കുന്ന ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ കാരണം നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നതാവാം. അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ നന്നല്ല എന്നല്ല ഞാൻ പറയുന്നത്. ചില കല്യാണങ്ങൾക്കൊക്കെ അമ്മ ഭയങ്കരമായി എതിർക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി ഒരു സ്ത്രീ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ കേസും വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാനിവിടെ പറയുകയാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടവരായി കരുതുന്ന ഒരു ലേഡി നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി വരുന്നുണ്ട്. പ്രണയത്തിലാവാം, അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റ് മേഖലകളിലാവാം. ഞാൻ പറഞ്ഞില്ലേ, ജോലിയിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇവർ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു ലേഡിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം സന്തോഷങ്ങളും ഒപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ. സന്തോഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഈ 2 മെസ്സേജാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും വന്നിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമുള്ളവരാണ്. എന്നാൽ ഈ സമയത്ത് എൻ്റെ ആയിരിക്കുന്നത് പോലെ കാണുന്നുണ്ട്, ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട്.
അതിൻ്റെ ഒരു മാറ്റം വരും എന്ന് പറയുന്നുണ്ട്. ഐക്യത്തിലേക്ക് വരുമെന്ന് 2-3 കാർഡാണ് പറയുന്നത്. നിങ്ങൾ അവരുടെ ഒരു എംപ്രസ് തന്നെയാണ്, അതുകൂടി പറയുന്നുണ്ട്. അപ്പം മനസ്സ് വിടരുത്, സന്തോഷത്തോടുകൂടി പോസിറ്റീവായി മുന്നോട്ട് പോവുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. റീകൺസിലേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, റീയൂണിയന് സാധ്യതയുണ്ട്. ഡെത്ത് കാർഡ് അതാ തരുന്ന സന്ദേശം. സണ്ണും മെമ്മറീസാണ്, ഓർമ്മകളിലാണ് അവരിയ്ക്കുന്നത്. അതാണ് 4 ഓഫ് കപ്പ് പറയുന്നത്. സോൾമേറ്റ് ആണ്, അതെല്ലാ കാർഡും പറഞ്ഞു. സണ്ണ് പറഞ്ഞു, മൂൺ കാർഡ് പറഞ്ഞു, 4 ഓഫ് കപ്പ് പറഞ്ഞു, എല്ലാം സോൾമേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. മജീഷ്യൻ പറഞ്ഞു. അപ്പം നിങ്ങൾ മുജ്ജന്മങ്ങളിലെ ഇണകളാണ്, മാനസികമായി നല്ല ഐക്യമാണ്, ഫീലിങ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു വ്യക്തി കാരണം അതൊരു ലേഡിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് ജോലിയിലാവാം, സമ്പത്തിൻ്റെ കാര്യത്തിലാവാം, പ്രണയത്തിലാവാം, കുടുംബത്തിലാവാം. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുമെന്ന് ഇത്ര നേരം ഞാൻ പറഞ്ഞു അല്ലേ. മുന്നോട്ട് പോകാൻ കഴിയും. അവർ ചിന്തിക്കുന്നുണ്ട് ഇതെങ്ങനെ വേണം കൊണ്ടുപോകാൻ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനൊരു വഴി കണ്ടെത്തും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെയും സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്താണോ, എൻഡ് ആവുന്ന കാർഡ് എന്താണോ, അതുപോലെയാണ് നമ്മളിവിടെ മെസ്സേജുകൾ തരുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് 10 കപ്പാണ്. ഐക്യം, വിജയം, സന്തോഷം, ഭാഗ്യം. ഇനി മജിഷ്യനാണ്. നിങ്ങളുടെ പ്രണയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അത് നല്ലൊരു സന്ദേശമായിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അപ്പം ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇത് നോക്കാം. സ്ത്രീകളിലെ അമിത ആർത്തവം, ഗർഭാശയ അണ്ഡാശയസ്തന ഫൈബ്രോയിഡുകൾ, അമിത മദ്യപാനം, മാനസിക പിരിമുറുക്കങ്ങൾ, വിഷാദ രോഗം പറയുന്നുണ്ട്, ഉറക്കമില്ല എന്ന് പറയുന്നുണ്ട്, അനീമിക്കാണ് എന്ന് പറയുന്നുണ്ട്, മഞ്ഞപ്പിത്തം പറയുന്നുണ്ട്, മൂത്രാശയ രോഗങ്ങൾ പറയുന്നുണ്ട്, അണുബാധ പറയുന്നുണ്ട്, പല്ലുകളുടെ എല്ലുകളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, കുടൽ രോഗം പറയുന്നുണ്ട്, ദഹനക്കേട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി പൊള്ളലൊന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്, ചിക്കൻ ബോക്സും പറയുന്നുണ്ട് കേട്ടോ. ജോലി വന്നിരിക്കുന്നത് കലാകാരന്മാരാണ് എന്ന് പറയുന്നുണ്ട്, മെഡിക്കൽ രംഗം പറയുന്നുണ്ട്, ബ്യൂട്ടീഷ്യനാണ് എന്ന് പറയുന്നുണ്ട്, അഭിനയം പറയുന്നുണ്ട്, കലയിൽ അതെല്ലാം പെട്ടു അല്ലേ. എഴുത്തുകാർ പറയുന്നുണ്ട്, പത്രമാധ്യമങ്ങൾ പറയുന്നുണ്ട്, ഇനി യാത്ര പറയുന്നുണ്ട്, ഗതാഗതം പറയുന്നുണ്ട്, ബിസിനസ്സുകൾ എല്ലാം പറയുന്നുണ്ട്, ഹോട്ടലൊക്കെ പറയുന്നുണ്ട്. ഇനി പട്ടാളത്തിലാണ് എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത്. ഒരു കാര്യം വിട്ടുപോയി, അധ്യാപകരും വന്നിട്ടുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ, കല്യാണാലോചന വരുമെന്ന് പറയുന്നുണ്ട്. ഒരാൾ മറഞ്ഞിരുന്ന് പ്രണയിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഒരു പ്രണയം തുറന്ന് പറയുമെന്ന് പറയുന്നത്. ഒപ്പം വർക്ക് ചെയ്യുന്നതാവാം എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക നിങ്ങളെ പ്രണയിക്കുന്നു, അന്ധമായി പ്രണയിക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. അവരിന്നൊന്ന് നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണ് ഈ മിറാക്കിൾ പറയുന്നത്, അത്ഭുതം. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അത്ഭുതമാണ് നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഗർഭിണികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അബോർഷൻ പറയുന്നുണ്ട്, അതൊരു നല്ല വാർത്തയല്ല. മരണം കേൾക്കുമെന്ന് പറയുന്നുണ്ട്, അതും നല്ല വാർത്തയല്ല. എന്നാൽ എല്ലാ വാർത്തയും നമ്മൾ പറയണമല്ലോ. എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാറില്ലേ, 1000 രൂപയാണ്. അത് അടച്ച ശേഷം കോൺടാക്റ്റ് ചെയ്യുക. ഈ നമ്പറിലാണ് GP ചെയ്യേണ്ടത് കേട്ടോ. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ കൂടുതലാണെങ്കിൽ പേയ്മെൻറ്റും കൂടുതലായിരിക്കും. ഇനി നിങ്ങളെ എല്ലാം അറിയിക്കാനുള്ള ഒരു സന്തോഷ വാർത്ത, എന്നോട് വൈരാഗ്യത്തോടു കൂടി ഇത് കാണരുത് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്നേഹിക്കുന്നവർ മാത്രം വരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളെല്ലാവരും സ്നേഹമുള്ളവരാണ്, അതാണ് എല്ലാവരും കാണുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും പെടുന്നുണ്ട്. എങ്കിലും താഴെ ഒരു കമൻ്റ് ഇട്ടാൽ കൂടുതൽ എനർജി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ്, അങ്ങനെ പറഞ്ഞാൽ പോരാ, ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഇനി പറയാനുള്ളത്, ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എനർജി അവരുടെ എനർജിയാണ് നോക്കിയിരിക്കുന്നത്, അത് പോയി കാണുക. റീകൺസിലേഷനാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് മെസ്സേജും കിട്ടിയിരിക്കുന്നത്. വല്ലാതെ ഇഷ്ടമാണ് രണ്ടുപേർക്കും എന്ന് പറയുന്നത്. അട്രാക്ഷൻ, ഓപ്പൺ മൈൻഡ് അല്ല അല്ലേ, സംസാരിക്കാൻ പറ്റാത്തതാവും.
റിലീസ് യുവർ എക്സ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അട്രാക്ഷൻ വന്നു. സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അതാണ് കണ്ണനും രാധയും പറഞ്ഞ്. എല്ലാ കാലത്തും ഇങ്ങനെ പ്രണയിക്കാൻ മാത്രം യോഗമുള്ളവരാണ് കണ്ണനും രാധയും. ഓർമ്മകൾ മാത്രമുള്ള ഒരു രാധയും ഇവിടെ കാണിക്കുന്നുണ്ട്. റീകൺസിലേഷനുള്ള ശകുന്തളയും ദുഷ്യന്തനും ഇവിടെ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് മാലാഖി പറഞ്ഞ അട്രാക്ഷൻ ഉണ്ട്. എന്നാൽ ചില ആളുകളോട് പറയുന്നു നിങ്ങളങ്ങ് മനസ്സൊന്ന് അവരെ കളയൂ എന്ന്. സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. റീകൺസിലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ മെസ്സേജുകൾ തന്നെയാണ് ഇവിടെ മാലാഖി മെസ്സേജായിട്ട് തന്നിരിക്കുന്നത്. എന്നും പ്രണയിക്കാൻ മാത്രം യോഗമുള്ള രാധയും കണ്ണനുമാണോ, അതോ ഒന്നാവാൻ യോഗമുള്ള ശകുന്തളയും ദുഷ്യന്തനുമാണോ? ഭാര്യയും ഭർത്താവാണ് അവർ. എന്നും നിത്യകാമുകിയായിട്ട് അവരെ ഓർത്തിരിക്കാൻ മാത്രം യോഗമുള്ള തനിച്ചായ വിരഹിണിയായ രാധയാണോ? നിങ്ങളുടെ ബന്ധം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. ഇവിടെ സമാഗമം പറയുന്നുണ്ട്, വിരഹം പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇന്ന് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ രണ്ടുപേർക്കും അങ്ങേയറ്റം ഇഷ്ടമാണ്. അതാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. ഇന്ന് നിങ്ങളെ ഞാൻ കൂടുതൽ ബോറടിപ്പിച്ചില്ല. ഇവിടെ കാർഡിൻ്റെ ഫലമാണെന്നോ അല്ലെങ്കിൽ പ്ലാനറ്റ് ഇന്നതാണെന്നോ ഒന്നും പറഞ്ഞില്ല അല്ലേ. ഇങ്ങനത്തെ വീഡിയോ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുക. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ കാരണം. അപ്പം ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. മെമ്മറീസ്, അത് തന്നെയാണ് രാധ പറഞ്ഞത്. ഓർമ്മകൾ മാത്രമേ ഉള്ളവൾക്ക്. ഐ ഹേറ്റ് യു എന്ന് പറയുന്ന ചില ആളുകളും ഉണ്ട്. റീകൺസിലേഷൻ മൂന്നാമത്തെ തവണയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ റീയൂണിയൻ ഇന്ന് തന്നെ വിളിക്കാൻ സാധ്യതയുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കട്ടോ. നല്ലൊരു സന്ദേശമാണ് വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് നല്ല സന്ദേശം നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. ഇവിടെ ആദ്യം തൊട്ട് ഒടുക്കം വരെ നല്ല സന്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് കാർഡുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പോസിറ്റീവ് ആവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ പറയുള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ, ആ പങ്കാളി നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നത് എങ്കിൽ ആ പ്രണയം സഫലമാവാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ പേയ്മെൻറ്റ് ചെയ്ത ശേഷം എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ പറയുക. ഇതാണ് അവസാനമായി പറയാനുള്ളത്.